നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നടന്നതാണ്. കഴിഞ്ഞ 9-ന് പുലർച്ചെ 2 മണിക്ക് എത്തിയ രാജ്യറാണി എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിൽ നിന്നും മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് യാത്രക്കാരി പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ചത്. ഈ സമയം അവർക്ക് അടിതെറ്റി താഴേക്ക് വീഴാൻ തുടങ്ങി. ഈ സമയം തൊട്ടടുത്തുണ്ടായിരുന്ന റെയിൽവേ ജീവനക്കാരൻ ദൈവത്തിൻ്റെ കരങ്ങൾ പോലെ അവരെ ചേർത്ത് പിടിക്കുകയായിരുന്നു. അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. ആരാണ് ആ ജീവനക്കാരനെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ആ ജീവനക്കാരനെ മറുനാടൻ കണ്ടെത്തിയിരിക്കുകയാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശിയായിട്ടുള്ള രാഘവനുണ്ണി എന്ന റെയിൽവേ ഇലക്ട്രിക്കൽ ജീവനക്കാരനാണ് രക്ഷപ്പെടുത്തിയ ദൈവത്തിൻ്റെ കരങ്ങളായി പ്രവർത്തിച്ചത്. രാഘവനുണ്ണി ഇന്ന് മറുനാടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? രാത്രി 12:45 ആ ടൈമിലാണ് സംഭവിച്ചത്. ഞങ്ങൾ ഒരു സ്പെഷ്യൽ വർക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ആ വർക്ക് ചെയ്തുകൊണ്ട് പോവുമായിരുന്നു. അപ്പോഴാണ് ബാക്കിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു സന്ദർഭം കാഴ്ചയിൽ പെട്ടത്. അപ്പോൾ നമ്മൾ ഇവരെന്നല്ല ആരാണെങ്കിലും നമ്മൾ റിയാക്ട് ചെയ്ത് പോവുക ആ സമയത്ത്. അങ്ങനെ ചെയ്തു എന്ന് മാത്രം, ഇത്ര ഇതാവുന്നൊന്നും വിചാരിച്ചില്ല. ഇപ്പോൾ ഒരു 10 ദിവസം ആവാറായി തോന്നുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇപ്പോഴാണ് ആ വീഡിയോ പുറത്ത് വന്നത്. അതെ, വീഡിയോ വന്നത് അന്ന് സ്പെഷ്യൽ വർക്കായിരുന്നു. ലൈറ്റിൻ്റെയും ഫാനിൻ്റെയൊക്കെ നോക്കൽ ഒരു വർക്കായിരുന്നു. അത് ചെയ്തു വരുമായിരുന്നു. അതാണ് കയ്യിൽ ഓരോ ഫാനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയല്ലോ, അപ്പോൾ അവർ ശബ്ദം വെച്ചോ? അങ്ങനെയാണോ? എന്താ? ചെറിയ ഫ്രണ്ടിൽ വേറൊരു കുട്ടി ചാടി പോകുന്നത് കണ്ടു. പിന്നെ നോക്കുമ്പോൾ ബാക്കിൽ ഇവരും അതിനുവേണ്ടി നിൽക്കുന്ന പോലെ തോന്നി. അതാണ് പിന്നെ ശ്രദ്ധിക്കാൻ കാരണം. തിരിഞ്ഞ് നോക്കുന്ന കാണാം. തിരിഞ്ഞ് നോക്കുള്ളൂ. അവരിറങ്ങോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആദ്യം പോയവർ രക്ഷപ്പെട്ട് സ്പീഡ് കുറവായതുകൊണ്ട് മെല്ലെ വീഴാതെ പോയി. ഇത് കുറച്ചുകൂടി സ്പീഡായപ്പോൾ ഇവർക്ക് ബാലൻസ് കിട്ടിയില്ല. പിന്നെ പിടി വിട്ടില്ല തോന്നുന്നുണ്ട്. കൈ അവിടെ ഉടക്കിയ പോലെ പിടിച്ചിരിക്കുകയായിരുന്നു. വിട്ടില്ല. അവരും പേടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. പിന്നെ അങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കിയെന്ന് മാത്രം. അത് കഴിഞ്ഞ് എൻ്റെ ഇത് നോക്കി അവർ അങ്ങനെ പോയി. സാധാരണ പോലെ തന്നെ നടന്നപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ വലിയ ഇതൊന്നും ഇല്ല. നമ്മൾ ആരാണെങ്കിലും ചെയ്യും. റിസ്ക് ഉണ്ടാവുമായിരിക്കും നമുക്ക്. പക്ഷെ നമ്മൾ ആ സമയത്ത് അങ്ങനെ ഒന്നും ചെയ്തു പോയി. ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അതെ, നല്ല കാര്യം. അതെ. ഈ സംഭവം നടന്നതിന് ശേഷം ഇത് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? എൻ്റെ ഒപ്പം ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അന്ന്. അവർ തമ്മിൽ പറഞ്ഞു. പിന്നെ നമ്മളെ സ്റ്റാഫുകളുടെ ഇടയിലും അറിയും, SSCക്കും അറിയുമായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ളതൊന്നും അറിയില്ലായിരുന്നു. ഇല്ല. ഇത് വൈറലായെന്ന് എപ്പോഴാണ് മനസ്സിലായത്? അത് ഇന്ന് 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഓരോരുത്തർ വിളിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിപ്പോൾ ഇങ്ങനെയായി എന്നുള്ളത്. വീട്ടിൽ നിന്ന് ഭാര്യയൊക്കെ വിളിച്ചു. അച്ഛനും അമ്മ, ഭാര്യ, ചെറിയ മോള്, അവളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ പറയും. ആ സ്ത്രീ ആരാണെന്ന് മനസ്സിലായിരുന്നു? ഇല്ല സാറേ, അത് ആരാന്നുള്ളത് അറിയില്ലായിരുന്നു. എല്ലാവരും ആ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് ഇടുന്നുണ്ട്. ഏറ്റവും കൂടുതലും ഒരു നന്ദി വാക്ക് പോലും പറയാതെ ആ സ്ത്രീ പോയല്ലോ എന്ന്. അതെ, അത് കുഴപ്പമില്ല. നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി ആരാണെങ്കിലും, അവരല്ല, സപ്പോസ് ആരാണെങ്കിലും നമ്മൾ ആ സമയത്ത് ചെയ്യും. അത്രേ നമ്മൾ കരുതുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ വർക്കുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പോവുകയും ചെയ്തു. എത്ര വർഷമായി റെയിൽവേയിൽ? ഇപ്പോൾ 13 വർഷമായി സാർ. എന്ത് തോന്നി ഈ സംഭവം കണ്ടപ്പോൾ? വളരെയധികം അഭിമാനമുണ്ട്. ഇങ്ങനെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതിന് വളരെയധികം അഭിമാനം. അവൻ പൊതുവേ പറയാം, ഒരു സത്യസന്ധൻ എന്ന് പറയില്ലേ, അത്ര അങ്ങനെയുള്ള ഭയങ്കര ആത്മാർത്ഥത കൂടുതലാണ്. ആത്മാർത്ഥമുള്ള മനുഷ്യന് അതാ എന്തോ ഒരു ദൈവത്തിൻ്റെ കൈകളെന്ന് പറയില്ലേ, അത് ആ വീഡിയോ കണ്ടാൽ ആരെങ്കിലും പേടിച്ചു പോലെ. തീർച്ചയായും അവനവന് തന്നെ സ്വയം അപകടത്തിലോട്ട് ചാടുന്നതിനൊരു തുല്യമായിട്ടാണ്. ഈ പിടുത്തത്തിൽ ചിലപ്പം നമ്മൾ താഴേക്ക് പോകും. അതെ, തീർച്ചയായും അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. ആ സമയത്ത് ആ ധൈര്യം വന്ന് അത് ചെയ്യാൻ പറ്റിയ ദൈവത്തിൻ്റെ കരം തന്നെയാണ്. ജീവൻ മറന്നുപോലും രക്ഷപ്പെടുന്നു. അത് തീർച്ചയായും ദൈവത്തിൻ്റെ കൈകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. വല്ലാത്ത രക്ഷപ്പെടുത്തലായി പോയി ശരിക്കും. वीडियो देखने के बाद मुझे इन पर बहुत, ये पूरा डिपो को पूरा प्राउड है और हम लोग बहुत खुश हैं. पहला नंबर तो ये बहुत काइंड पर्सन है और इससे बहुत कुछ सीखने को मिलता है. और ये होने के बाद, ये वीडियो होने के बाद हम लोग बहुत खुश हैं एंड प्राउड है इन पर. എന്തായാലും രാഘവനുണ്ണി സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മീറ്റർ റീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ആലുവയിൽ എത്തിയതാണ്. എന്തായാലും ദൈവത്തിൻ്റെ കരങ്ങളെന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ കൈകളെ പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ അവർ നന്ദി വാക്ക് പോലും പറയാതെ പോയെന്നുള്ള വിമർശനത്തിന് പിന്നിൽ ഒരുപക്ഷെ അവർ പരിഭ്രമിച്ചത് കൊണ്ടാവാം അവർക്കൊരു വാക്ക് പറയാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയത് എന്നാണ് ഞങ്ങളും കരുതുന്നത്. എന്തായാലും ആ സ്ത്രീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ രാഘവനുണ്ണിയെ ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് പേർ റെയിൽവേയിലുണ്ട്. RPF ഉദ്യോഗസ്ഥർ അടക്കം ഇതുപോലെ ജീവൻ രക്ഷിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ ആ
ജീവൻ രക്ഷിച്ച ആൾ ഇത് തന്നെയാണ്. കൊച്ചിയിൽ നിന്നും ടി അഭിഷേകത്തിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.